എനിക്കിപ്പോൾ എന്താ കിച്ചണിലെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഞാൻ അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോകും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് എല്ലാവരും പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി മുളകിട്ട മീൻകറി മാത്രമേ നല്ലതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റൗ ഒക്കെ കത്തിക്കുവാണ്. സ്റ്റൗ കത്തിച്ചു, എന്നിട്ട് കറിച്ചട്ടി വെച്ചു കേട്ടോ. കാണാലോ അല്ലേ, ഒരു എഡിറ്റിങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നും ഞാൻ നടത്തില്ല. ശ്രദ്ധിച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കണ്ടോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്താ ഈ മീൻകറിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും ചെക്കന്മാരും പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചേട്ടന്മാർക്കും കൂടുതലും വിദേശത്തുള്ളവർക്ക് കേട്ടോ, ആണുങ്ങൾ ഒറ്റയ്ക്കല്ല അവിടെയുള്ള. അപ്പോൾ അവർക്ക് ഈ മീൻകറീനെ പറ്റി എന്താ പറയുക, അവർക്ക് എപ്പോഴും ഒരു ഉപയോഗം വരുന്നൊരു കറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം, അത് തന്നെ, പിന്നെ കേടാവത്തില്ല. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ, കാണാലോ അല്ലേ, നല്ല ഇവിടുത്തെ തേങ്ങയാട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. കുറച്ചും കൂടെ പോരാൻ തോന്നും, കുറച്ചും കൂടെ ഒഴിക്കണം. ഈ മീൻകറി ഇപ്പം നമ്മൾ വിദേശത്തൊക്കെ കൂടിയിട്ട് ഈ മീൻകറി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ നല്ല തണുപ്പല്ലേ. അപ്പം മീൻകറി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കേടാവാണ്ട് ഇരുന്നോളും. അപ്പം അതൊരു പോയിൻ്റാണേ, കേടാവാണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ എന്ന് പറയില്ല. പിന്നെ നല്ല തണുപ്പുള്ള സമയം കൂടിയല്ലേ. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. കുറച്ച് എടുത്താൽ മതി, നന്നായിട്ട് ചൂടിടാം, അടിപൊളിയായിട്ട് ഇടാം. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് കുറച്ച് ചൂരമീനാണ് കിട്ടിയേക്കുന്നത്. ഇന്നലെ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കാൻ പോയി. ഇപ്പോൾ സമയം 1 മണിക്കാണ് ആവാറായി. 1 മണി ആവാറായപ്പോഴാണ് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏകദേശം എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചട്ടിയിൽ വെച്ചേക്കുവാണ്. ഏകദേശം വെളിച്ചെണ്ണ ചൂടായി. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് കടുക്. കണ്ടോട്ടോ, ലൈവായിട്ട് നിങ്ങൾ കണ്ടോ. ദേ കടുക്. എനിക്കിങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഇങ്ങനെ കയ്യിലങ്ങ് കിട്ടുന്ന നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ കയ്യിലങ്ങ് എന്തോരം കിട്ടുന്നോ അത്രയൊക്കെ ഞാൻ കുറച്ച് കയ്യിലങ്ങ് എടുത്തിരും. അപ്പോൾ എനിക്കിങ്ങനെ അളവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം കടുകായ കാരണം ഞാനൊരു ഇച്ചിരി നീങ്ങി നിൽക്കുക. പൊട്ടിത്തെറിക്കുമ്പം മുഖത്തേക്ക് തെറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കൂടുതൽ ചേട്ടന്മാർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ചേട്ടന്മാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് വെച്ച് വെക്കാൻ പറ്റിയ, എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും വെക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ്. അതാണ് നമ്പർ 1. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ. അപ്പം ഇത് ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു. പൊട്ടി തുടങ്ങിയിട്ടില്ല. പൊട്ടിയ സൗണ്ട് കേൾക്കണ്ടേ? പൊട്ടി തുടങ്ങിയിട്ടില്ല, പൊട്ടാൻ തുടങ്ങുന്നുള്ളൂ. ചട്ടി ചൂടായിട്ട് ഇവിടെ കറിച്ചട്ടിയായ കാരണം തോന്നുന്നു. പിന്നെ എല്ലാവരും തന്നെ, അപ്പം ഞാൻ വിദേശത്തായിരുന്നു, അപ്പം ഞാൻ ബഹ്റൈനിലായിരുന്നു. അപ്പം ഞാൻ ഈ മീൻകറി വെക്കുന്ന അവിടെ എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അപ്പം അപ്പുറത്ത് താമസിക്കുന്ന ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ഫാമിലിക്കൊക്കെ ഞാൻ ഈ മീൻകറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മീനും ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് മീനിൻ്റെ മീൻകറി മാത്രമെന്ന് പറയും. അപ്പോൾ ഓക്കെ, അതെങ്കിലും നല്ലതെന്ന് അവർ പറഞ്ഞല്ലോ, അതിൻ്റെ സന്തോഷം. പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം അതേ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പം കടുക് പൊട്ടിയ സ്ഥിതിക്ക് ഞാൻ തീ കുറച്ച് വെച്ചു. തീ നന്നായിട്ട് കുറച്ച് വെച്ചാൽ തീ കേട്ടൊന്നുമില്ല, തീ കുറച്ച് വെച്ചപ്പം ഇതും എനിക്ക് അളവൊന്നുമില്ല. ഇത് ഇത്രയ്ക്ക് ഞാൻ എടുത്തു ഉലുവ. അപ്പം ഉലുവ ഇത്രയ്ക്ക് എടുത്തു, കുറച്ചും കൂടെ വേണം എൻ്റെ കട. പിന്നെ ഒരു ഇച്ചിരി കൂടെ ഇങ്ങനെ എടുത്തു. ഇത്ര തന്നെ ഇൻ്റെത് 3 ഇട്ടാകും. ഇത്രയ്ക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില എടുക്കണം. കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടു. പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചി, ഇത് കണ്ടോ, നന്നായിട്ട് കാണാലോ. വേറെ ഒന്നുമില്ല, ഒരു വെളുത്തുള്ളി മൊത്തം ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചതാണ്. അപ്പം അതും കൂടെ കൂടിയിട്ട് അതിനകത്ത് ആഡ് ചെയ്തു. അതുകൂടെ കൂടിയിട്ട് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് 2-3 പച്ചമുളക്. സംഭവം 2-3 പച്ചമുളക്. ഞാൻ പച്ചമുളക് ഇവിടെ കഴുകി വെച്ചിരുന്നതാണ്. എല്ലാം ഓടി എടുക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ കഴുകി വെച്ചു. അപ്പം അങ്ങനെ പച്ചമുളക് ഇങ്ങനെ നടു കീറിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. തവി ഞാൻ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ 1 മിനിറ്റ് ഞാൻ തവി ഒന്ന് എടുക്കട്ടെ. അപ്പോൾ തവി എടുത്തു. എന്നിട്ട് ഇച്ചിരി തീയൊക്കെ കൂട്ടിക്കോളാം, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പച്ചമുളക് ചേർക്കണമെന്ന് വലിയ നിർബന്ധമില്ല. അപ്പം മസ്റ്റായിട്ട് വേണ്ട കടുക് ഇട്ടിട്ട് ഉലുവ ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് 2 ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇട്ടൊന്നുമില്ല. അപ്പോൾ ഇട്ടെന്നവർക്ക് കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത്ര തന്നെ.
അപ്പം ഇത് രണ്ടും ഇങ്ങനെ സംഭവം ഇങ്ങനെ മൂത്ത് വരുന്ന കാണാനോ അല്ലേ. എനിക്ക് ഫോൺ വെക്കാൻ വേറെ ഒരു സ്പേസും ഇല്ല. അപ്പം ഞാൻ കിച്ചൻ്റെ ജനലിലാട്ടോ ഫോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കാരണം പിന്നെ ഇത് ചൂടായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇഞ്ചി എടുത്ത് ചതച്ച പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ വെച്ച് കാണാമോ ഇതില്ല എന്തായാലും മുളക് പൊടി എടുക്കുവാണ്. ഇതേ മുളക് പൊടി എടുക്കുകയാണ്. മുളക് പൊടി ടീസ്പൂണിലെടുക്കുന്നത് 1 2 എന്തൊരു മീനുണ്ട് കുറച്ചുമുണ്ട്. അപ്പം ഞാൻ ഇതിനൊരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തു. 3 ടീസ്പൂൺ തന്നെ എടുത്തു. ഇതേ കണ്ടോ 3 ടീസ്പൂൺ മുളക് പൊടി. അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ചു പിരിയൻ മുളക് പൊടിയും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്യുവാണ്. ഈ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് നല്ല എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പിരിയൻ മുളക് പൊടി ചില്ലി. അപ്പോൾ ഇതിന് കളറേ ഉള്ളൂ, എരിവില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ 3 ടീസ്പൂൺ എടുത്തപ്പം ആ ഒരു ലെവലിൽ തന്നെ ഈ പിരിയനും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്തു. ഇതേ കുറച്ച് ഞാനിങ്ങനെ ഇട്ടോട്ട് ഇരിക്കുക. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു കിടക്കുക. അതേ കണ്ടോ. അപ്പം ആ 3 ടീസ്പൂൺ തന്നെ അതെടുത്തപ്പോൾ 3 ടീസ്പൂണോളം ഇത് ഞാനങ്ങ് കുടഞ്ഞിട്ടിട്ട് പിന്നെ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി. അപ്പം ഇപ്പോൾ ഇതില്ലേ പാക്കറ്റ് വാങ്ങിച്ചിട്ടില്ല, പൊടിച്ചിട്ടില്ല. കുറച്ച് ഇതേക്കണ്ടോ ഇത്രയും പാകത്തിന് മഞ്ഞൾപ്പൊടി. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വേണ്ടല്ലോ. അപ്പം പാകത്തിന് മഞ്ഞൾപ്പൊടി എടുത്തു. എന്നിട്ട് ഇത് ചൂടായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളറായി. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണേ. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ മുളക് പൊടി മാത്രം. മുളക് പൊടി 2 തരം മുളക് പൊടിയും ചേർത്തു, കുറച്ചും മഞ്ഞളും ചേർത്തു, അത്ര തന്നെ. എന്നിട്ട് ഇച്ചിരി അങ്ങ് കൂട്ടിക്കൊടുത്തു. നന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക. ഇളക്കിൽ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അത് കാരണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇളക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെള്ളം ഒഴിക്കുക. എന്താ ഈ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇത് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുന്നേക്കാളും നല്ലത് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നത്. അപ്പോൾ അതേ കണ്ട വെള്ളം, സാധാരണ വെള്ളം തിളപ്പിച്ച് ഞാൻ ഇതിൻ്റെ ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുന്നു. ഇപ്പം വെള്ളത്തിൻ്റെ ചൂട് പോയ കാരണം ഇപ്പം തിളയ്ക്കാത്ത. അല്ലെങ്കിൽ വെള്ളത്തിന് ചൂടുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിക്കുമ്പോൾ നന്നായി തിളച്ചുകൊണ്ട് തന്നെ ഇരുന്നത് കേട്ടോ. അത് വേറൊരു കാര്യം. പിന്നെ അതിൻ്റെ കുറച്ച് ഉപ്പെടുത്തു. ഉപ്പെടുത്തപ്പോൾ ഞാൻ ഈ കറിക്ക് എന്തോരം വേണമെന്ന് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ അവിടെ മീൻ ഇരിപ്പട്ട് അത് അങ്ങോട്ടും കൂടെ നോക്കി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് അതിൻ്റെ അത് ഇടാൻ പോകുന്നത് കുടംപുളി ഞാനൊരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. 4 എണ്ണം ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. ഇതേ ഒരു 4 അധികം ചേച്ചി കഴിഞ്ഞാൽ വെള്ളം വന്ന് പോകും. പിന്നെ 4 കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പോയോ ഇല്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ കൂടിയിട്ട് ഒഴിക്കുവാണ്. കാരണം ഞാൻ കഴുകിയിട്ട് വെറുതെ വെള്ളത്തിലേക്ക് ഒഴിച്ച് വെച്ചൊന്നുമില്ല. വെള്ളത്തിൽ നിന്ന് ഒഴിക്കാൻ പറ്റും, ഇപ്പോൾ ഇട്ട് ഒഴിച്ച് വെച്ചൊന്നുമില്ല. അപ്പോൾ സംഭവം ഇതേ ഈ ഇരിക്കുന്നതാണ് മീൻ. അപ്പം ഇത് തിളയ്ക്കുമ്പോൾ വേണം ഇതിൻ്റെ അകത്ത് ഇടാൻ. അപ്പം നമ്മളെല്ലാം കൂടെ കൂടിയിട്ട് ചെയ്ത് കൊടുത്തു. എവിടെ തവി? അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്ത് ഇപ്പോൾ കറി ഒരു വിധം ആയിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ വരാം. ഓക്കെ. സംഭവം മീൻ നന്നായി തിളച്ച് വരുന്നുണ്ട്. മീൻ പോട്ടെ, കറി നന്നായി തിളച്ചു. അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ മീൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ചൂരയാട്ടാ. അപ്പം അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പയ്യെ ഇടണം മോളെ. പയ്യെ ഇട്ടില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞത്, പയ്യെ ഇട്ടില്ലെങ്കിൽ എൻ്റെ മേത്തേക്കൊക്കെ തെറിക്കും. അപ്പം അങ്ങനെ ചൂര ഇട്ട് കൊടുത്തു. ചൂര ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ചൂര ഇട്ട് കൊടുത്തപ്പം ജസ്റ്റ് മീനിട്ട് കളറിൽ കൊടുത്തപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എത്ര മിനിറ്റാണെന്ന് വെച്ചാൽ ഇരുന്നങ്ങ് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ ഇനി വരാം. ഓക്കെ.